എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല. സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡ്. കാസർഗോഡ് ജില്ലയാണ് സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല. ശ്രീനാരായണ ഗുരു ആരെയാണ് 1925 പിൻഗാമിയായി നിർദ്ദേശിച്ചത്? ശ്രീനാരായണ ഗുരു ആരെയാണ് 1925 പിൻഗാമിയായി നിർദ്ദേശിച്ചത്? ബോധാനന്ദ. ബോധാനന്ദയെയാണ് ശ്രീനാരായണ ഗുരു 1925 പിൻഗാമിയായി നിർദ്ദേശിച്ചത്. 2012 ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ലൈറ്റ് ഹൗസ്. 2012 ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ലൈറ്റ് ഹൗസ് ആലപ്പുഴ ലൈറ്റ് ഹൗസ്. ആലപ്പുഴ ലൈറ്റ് ഹൗസ് ആണ് 2012 ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ലൈറ്റ് ഹൗസ്. പിൻകോഡ് എന്നതിൽ പിൻ എന്ന വാക്കിൻ്റെ പൂർണ്ണരൂപം എന്ത്? പിൻകോഡ് എന്നതിൽ പിൻ എന്ന വാക്കിൻ്റെ പൂർണ്ണരൂപം പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ എന്നാണ് പിൻകോഡ് എന്നതിൽ പിൻ എന്ന വാക്കിൻ്റെ പൂർണ്ണരൂപം. പാതിരാമണൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പാതിരാമണൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായലിലാണ് പാതിരാമണൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ വിദേശ കത്തുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന തപാൽ ഓഫീസ്. കേരളത്തിൽ വിദേശ കത്തുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന തപാൽ ഓഫീസ് കൊച്ചി ഫോറിൻ പോസ്റ്റ് ഓഫീസ്. കൊച്ചി ഫോറിൻ പോസ്റ്റ് ഓഫീസാണ് കേരളത്തിൽ വിദേശ കത്തുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന തപാൽ ഓഫീസ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയതിനു ശേഷം ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറായ വ്യക്തി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയതിനു ശേഷം ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറായ വ്യക്തി പി സദാശിവം. പി സദാശിവമാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയതിനു ശേഷം ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറായ വ്യക്തി. മേഘാലയയിലെ ഖാസി പർവ്വതനിരകളിൽ താമസിക്കുന്ന ആദിവാസി വിഭാഗങ്ങൾ നടത്തിയ കലാപം. മേഘാലയയിലെ ഖാസി പർവ്വതനിരകളിൽ താമസിക്കുന്ന ആദിവാസി വിഭാഗങ്ങൾ നടത്തിയ കലാപം ഖാസി വിപ്ലവം. ഖാസി വിപ്ലവമാണ് മേഘാലയയിലെ ഖാസി പർവ്വതനിരകളിൽ താമസിക്കുന്ന ആദിവാസി വിഭാഗങ്ങൾ നടത്തിയ കലാപം. കേരള സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന കേരളത്തിലെ വനവികസനത്തിനായുള്ള പൊതുമേഖലാ സ്ഥാപനം. കേരള സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന കേരളത്തിലെ വനവികസനത്തിനായുള്ള പൊതുമേഖലാ സ്ഥാപനം കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് കേരള സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന കേരളത്തിലെ വനവികസനത്തിനായിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനം. 1962 നിലവിൽ വന്ന ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ചിൻ്റെ ചെയർമാൻ. 1962 നിലവിൽ വന്ന ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ചിൻ്റെ ചെയർമാൻ വിക്രം സാരാഭായ്. വിക്രം സാരാഭായാണ് 1962 നിലവിൽ വന്ന ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ചിൻ്റെ ചെയർമാൻ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ആദ്യത്തെ ഭാരതീയ നൃത്തരൂപം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ആദ്യത്തെ ഭാരതീയ നൃത്തരൂപം കൂടിയാട്ടം. കൂടിയാട്ടമാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ആദ്യത്തെ ഭാരതീയ നൃത്തരൂപം. കേരളത്തെ പരാമർശിക്കുന്നതും ചരിത്ര കാലഘട്ടം കൃത്യമായി നിർണ്ണയിക്കപ്പെട്ടതുമായ കൃതി. കേരളത്തെ പരാമർശിക്കുന്നതും ചരിത്ര കാലഘട്ടം കൃത്യമായി നിർണ്ണയിക്കപ്പെട്ടതുമായ കൃതി വാർത്തികം. വാർത്തികമാണ് കേരളത്തെ പരാമർശിക്കുന്നതും ചരിത്ര കാലഘട്ടം കൃത്യമായി നിർണ്ണയിക്കപ്പെട്ടതുമായ കൃതി. സർവ്വജാതി മതസ്ഥർക്കും ഉപയോഗിക്കാവുന്ന മുന്തിരിക്കിണർ അഥവാ സ്വാമിക്കിണർ സ്ഥാപിച്ചത്. സർവ്വജാതി മതസ്ഥർക്കും ഉപയോഗിക്കാവുന്ന മുന്തിരിക്കിണർ സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമി. വൈകുണ്ഠസ്വാമികളാണ് സർവ്വജാതി മതസ്ഥർക്കും ഉപയോഗിക്കാവുന്ന മുന്തിരിക്കിണർ സ്ഥാപിച്ചത്. ഗ്രാമീണ സ്ത്രീകളിൽ നിക്ഷേപ സ്വഭാവം വളർത്തുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച ഒരു പദ്ധതി. ഗ്രാമീണ സ്ത്രീകളിൽ നിക്ഷേപ സ്വഭാവം വളർത്തുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച ഒരു പദ്ധതി മഹിളാ സമൃദ്ധി യോജന. മഹിളാ സമൃദ്ധി യോജനയാണ് ഗ്രാമീണ സ്ത്രീകളിൽ നിക്ഷേപ സ്വഭാവം വളർത്തുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച ഒരു പദ്ധതി. ആരുടെ പ്രസംഗങ്ങളാണ് വീരവാണി എന്ന പേരിൽ 4 ഭാഗങ്ങളായി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്? ആരുടെ പ്രസംഗങ്ങളാണ് വീരവാണി എന്ന പേരിൽ 4 ഭാഗങ്ങളായി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്? ആഗമാനന്ദ സ്വാമികൾ. ആഗമാനന്ദ സ്വാമികളുടെ പ്രസംഗങ്ങളാണ് വീരവാണി എന്ന പേരിൽ 4 ഭാഗങ്ങളായി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. കയ്യൂർ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിരസ്മരണ എന്ന വിഖ്യാത നോവൽ രചിച്ച കന്നഡ സാഹിത്യകാരൻ. കയ്യൂർ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിരസ്മരണ എന്ന വിഖ്യാത നോവൽ രചിച്ച
കന്നഡ സാഹിത്യകാരൻ നിരഞ്ജന. നിരഞ്ജനയാണ് കയ്യൂർ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിരസ്മരണ എന്ന വിഖ്യാത നോവൽ രചിച്ച കന്നഡ സാഹിത്യകാരൻ. MLA, MP, സ്പീക്കർ, മന്ത്രി, ഉപമുഖ്യമന്ത്രി, മുഖ്യമന്ത്രി എന്നീ പദവികൾ വഹിച്ച ഏക വ്യക്തി CH മുഹമ്മദ് കോയ. CH മുഹമ്മദ് കോയയാണ് MLA, MP, സ്പീക്കർ, മന്ത്രി, ഉപമുഖ്യമന്ത്രി, മുഖ്യമന്ത്രി എന്നീ പദവികൾ വഹിച്ച ഏക വ്യക്തി. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ എന്ന് തുടങ്ങുന്ന വരികൾ അച്ചടിച്ചിരിക്കുന്നത്. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ എന്ന് തുടങ്ങുന്ന വരികൾ അച്ചടിച്ചിരിക്കുന്നത് അഭിനവ കേരളം. അഭിനവ കേരളത്തിലാണ് ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ എന്ന് തുടങ്ങുന്ന വരികൾ അച്ചടിച്ചിരിക്കുന്നത്. എഡ്വിൻ അർണോൾഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതിയെ ആസ്പദമാക്കി രചിച്ച കൃതി. എഡ്വിൻ അർണോൾഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതിയെ ആസ്പദമാക്കി രചിച്ച കൃതി ശ്രീബുദ്ധചരിതം. ശ്രീബുദ്ധചരിതമാണ് എഡ്വിൻ അർണോൾഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതിയെ ആസ്പദമാക്കി രചിച്ച കൃതി. അരുന്ധതി റോയ്ക്ക് ബുക്കർ സമ്മാനം നേടിക്കൊടുത്ത ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിന് പശ്ചാത്തലമായ പുഴ. അരുന്ധതി റോയ്ക്ക് ബുക്കർ സമ്മാനം നേടിക്കൊടുത്ത ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിന് പശ്ചാത്തലമായ പുഴ മീനച്ചിലാർ. മീനച്ചിലാറാണ് അരുന്ധതി റോയ്ക്ക് ബുക്കർ സമ്മാനം നേടിക്കൊടുത്ത ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിന് പശ്ചാത്തലമായ പുഴ. കേരളത്തിലെ പ്രശസ്ത പക്ഷി നിരീക്ഷകനായിരുന്ന KK നീലകണ്ഠൻ്റെ സ്മരണാർത്ഥം അറിയപ്പെടുന്ന പക്ഷി സങ്കേതം. കേരളത്തിലെ പ്രശസ്ത പക്ഷി നിരീക്ഷകനായിരുന്ന KK നീലകണ്ഠൻ്റെ സ്മരണാർത്ഥം അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ചൂലന്നൂർ. ചൂലന്നൂർ പക്ഷി സങ്കേതമാണ് കേരളത്തിലെ പ്രശസ്ത പക്ഷി നിരീക്ഷകനായിരുന്ന KK നീലകണ്ഠൻ്റെ സ്മരണാർത്ഥം അറിയപ്പെടുന്ന പക്ഷി സങ്കേതം. ഇന്ത്യൻ ക്ഷേത്രശില്പകലയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന കർണാടകയിലെ സ്ഥലം. ഇന്ത്യൻ ക്ഷേത്രശില്പകലയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന കർണാടകയിലെ സ്ഥലം ഐഹോൾ. ഐഹോളാണ് ഇന്ത്യൻ ക്ഷേത്രശില്പകലയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന കർണാടകയിലെ സ്ഥലം. 1911 ബ്രിട്ടീഷ് രാജാവ് ജോർജ് അഞ്ചാമൻ മുംബൈ സന്ദർശിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ചത്. 1911 ബ്രിട്ടീഷ് രാജാവ് ജോർജ് അഞ്ചാമൻ മുംബൈ സന്ദർശിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ചത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയാണ് 1911 ബ്രിട്ടീഷ് രാജാവ് ജോർജ് അഞ്ചാമൻ മുംബൈ സന്ദർശിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ചത്. രാജയോഗം പരിശീലിക്കുന്നതിനായി ബ്രഹ്മാനന്ദ ശിവയോഗി ആരംഭിച്ച സ്ഥാപനം. രാജയോഗം പരിശീലിക്കുന്നതിനായി ബ്രഹ്മാനന്ദ ശിവയോഗി ആരംഭിച്ച സ്ഥാപനം ആനന്ദയോഗശാല. ആനന്ദയോഗശാലയാണ് രാജയോഗം പരിശീലിക്കുന്നതിനായി ബ്രഹ്മാനന്ദ ശിവയോഗി ആരംഭിച്ച സ്ഥാപനം. ശ്രീനാരായണ ഗുരു സത്യം, ധർമ്മം, ദയ, സ്നേഹം എന്നീ വാക്കുകൾ കൊത്തിയ ഫലകം പ്രതിഷ്ഠിച്ച ക്ഷേത്രം. ശ്രീനാരായണ ഗുരു സത്യം, ധർമ്മം, ദയ, സ്നേഹം എന്നീ വാക്കുകൾ കൊത്തിയ ഫലകം പ്രതിഷ്ഠിച്ച ക്ഷേത്രം മുരിക്കുംപുഴ ക്ഷേത്രം. മുരിക്കുംപുഴ ക്ഷേത്രമാണ് ശ്രീനാരായണ ഗുരു സത്യം, ധർമ്മം, ദയ, സ്നേഹം എന്നീ വാക്കുകൾ കൊത്തിയ ഫലകം പ്രതിഷ്ഠിച്ച ക്ഷേത്രം. ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശമടങ്ങുന്ന ഭരണഘടനാനുച്ഛേദം ഏത്? ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശമടങ്ങുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? അനുച്ഛേദം 32. അനുച്ഛേദം 32 ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശമടങ്ങുന്ന ഭരണഘടനാ അനുച്ഛേദം. സ്വച്ഛ് ഭാരത് അഭിയാൻ പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ്? സ്വച്ഛ് ഭാരത് അഭിയാൻ പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ്? 2014 ഒക്ടോബർ 2. 2014 ഒക്ടോബർ 2 സ്വച്ഛ് ഭാരത് അഭിയാൻ പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ എന്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ എന്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? മൗലികാവകാശങ്ങൾ. മൗലികാവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. സൂര്യനെക്കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിച്ച സോളാർ പ്രോബ്. സൂര്യനെക്കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിച്ച സോളാർ പ്രോബ് പാർക്കർ. പാർക്കർ സോളാർ പ്രോബാണ് സൂര്യനെക്കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിച്ച സോളാർ പ്രോബ്. ഇന്ത്യയിൽ ആദ്യത്തെ ഡോൾഫിൻ കമ്മ്യൂണിറ്റി റിസർവ് സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യത്തെ ഡോൾഫിൻ കമ്മ്യൂണിറ്റി റിസർവ് സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഡോൾഫിൻ കമ്മ്യൂണിറ്റി റിസർവ് സ്ഥാപിച്ച സംസ്ഥാനം. മൂത്രത്തിലെ മഞ്ഞനിറത്തിന് കാരണമായ വർണ്ണവസ്തു ഏത്? മൂത്രത്തിലെ മഞ്ഞനിറത്തിന് കാരണമായ വർണ്ണവസ്തു ഏത്? യൂറോക്രോം. യൂറോക്രോമാണ് മൂത്രത്തിലെ മഞ്ഞനിറത്തിന് കാരണമായ വർണ്ണവസ്തു. ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്.
തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിലുണ്ടാകുന്ന രോഗം. തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിലുണ്ടാകുന്ന രോഗം ക്രെറ്റിനിസം. ക്രെറ്റിനിസമാണ് തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിലുണ്ടാകുന്ന രോഗം. ഇന്ത്യയുടെ തവള മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യയുടെ തവള മനുഷ്യൻ എന്നറിയപ്പെടുന്നത് SD ബിജു. SD ബിജു ആണ് ഇന്ത്യയുടെ തവള മനുഷ്യൻ എന്നറിയപ്പെടുന്നത്. ഭരണഘടനയുടെ ആമുഖത്തെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഭരണഘടനയുടെ ആമുഖത്തെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് NA പാൽഖിവാല. NA പാൽഖിവാലയാണ് ഭരണഘടനയുടെ ആമുഖത്തെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത്. രാഷ്ട്രപതിയുടെ പൊതുമാപ്പ് അധികാരത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? രാഷ്ട്രപതിയുടെ പൊതുമാപ്പ് അധികാരത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? അനുച്ഛേദം 72. അനുച്ഛേദം 72 രാഷ്ട്രപതിയുടെ പൊതുമാപ്പ് അധികാരത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ്. എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ബാലവേല നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത്? എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ബാലവേല നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത്? 14. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ബാലവേല നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത്. പാലിനെ തൈരാക്കുന്ന ബാക്ടീരിയ. പാലിനെ തൈരാക്കുന്ന ബാക്ടീരിയ ലാക്ടോബാസിലസ്. ലാക്ടോബാസിലസ് ബാക്ടീരിയയാണ് പാലിനെ തൈരാക്കുന്ന ബാക്ടീരിയ. ബെൻസീൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ബെൻസീൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? മൈക്കൽ ഫാരഡെ. മൈക്കൽ ഫാരഡെയാണ് ബെൻസീൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. തിലധാര ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ്? തിലധാര ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ്? എള്ള്. എള്ളിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ് തിലധാര. ഹിമാലയൻ നിരകളിൽ ഏറ്റവും തെക്കുഭാഗത്ത് കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വതനിരകൾ. ഹിമാലയൻ നിരകളിൽ ഏറ്റവും തെക്കുഭാഗത്ത് കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വതനിരകൾ സിവാലിക്. സിവാലിക്കാണ് ഹിമാലയൻ നിരകളിൽ ഏറ്റവും തെക്കുഭാഗത്ത് കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വതനിരകൾ. കമ്പിളിയിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം. കമ്പിളിയിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം ആൽഫ കെരാറ്റിൻ. ആൽഫ കെരാറ്റിനാണ് കമ്പിളിയിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം. ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് A.O. ഹ്യൂം. A.O. ഹ്യൂമാണ് ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. വൈദ്യുതകാന്തിക സ്പെക്ട്രത്തിലെ ഏറ്റവും ഇടുങ്ങിയ ഭാഗം. വൈദ്യുതകാന്തിക സ്പെക്ട്രത്തിലെ ഏറ്റവും ഇടുങ്ങിയ ഭാഗം ദൃശ്യപ്രകാശം. ദൃശ്യപ്രകാശമാണ് വൈദ്യുതകാന്തിക സ്പെക്ട്രത്തിലെ ഏറ്റവും ഇടുങ്ങിയ ഭാഗം. മസ്തിഷ്കത്തിലെ ഗാംഗ്ലിയോണുകളിലെ നാശം മൂലമുണ്ടാകുന്ന രോഗം. മസ്തിഷ്കത്തിലെ ഗാംഗ്ലിയോണുകളിലെ നാശം മൂലമുണ്ടാകുന്ന രോഗം പാർക്കിൻസൺസ്. പാർക്കിൻസൺസ് രോഗമാണ് മസ്തിഷ്കത്തിലെ ഗാംഗ്ലിയോണുകളിലെ നാശം മൂലം ഉണ്ടാകുന്ന രോഗം. സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ഉപയോഗിക്കുന്ന സിങ്ക് സംയുക്തം ഏതാണ്? സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ഉപയോഗിക്കുന്ന സിങ്ക് സംയുക്തം ഏതാണ്? സിങ്ക് ഓക്സൈഡ്. സിങ്ക് ഓക്സൈഡാണ് സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ഉപയോഗിക്കുന്ന സിങ്ക് സംയുക്തം. മേഘങ്ങളുടെ ചലനദിശയും വേഗതയും അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. മേഘങ്ങളുടെ ചലനദിശയും വേഗതയും അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം നെഫോസ്കോപ്പ്. നെഫോസ്കോപ്പാണ് മേഘങ്ങളുടെ ചലനദിശയും വേഗതയും അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓറോളജി. ഓറോളജി എന്നാണ് പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ അന്റാർട്ടിക് പര്യവേക്ഷണത്തിൻ്റെ ആസ്ഥാനം. ഇന്ത്യയുടെ അന്റാർട്ടിക് പര്യവേക്ഷണത്തിൻ്റെ ആസ്ഥാനം ഗോവ. ഗോവയാണ് ഇന്ത്യയുടെ അന്റാർട്ടിക് പര്യവേക്ഷണത്തിൻ്റെ ആസ്ഥാനം. ഇന്ത്യയുടെ നിലക്കടല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇന്ത്യയുടെ നിലക്കടല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജുനഗഡ്. ജുനഗഡിലാണ് ഇന്ത്യയുടെ നിലക്കടല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.